ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം T20 മത്സരത്തിലെ വമ്പൻ പരാജയത്തിന് പിന്നാലെ സഞ്ജു സാംസന്റെ പുറത്താക്കലിലൊടുവിൽ മൗനം വെടിഞ്ഞ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ എത്തിയിരിക്കുന്നു. സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കിടയിൽ യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും ഇല്ലെന്നും താരത്തിന് ആവശ്യമായ കാര്യങ്ങൾ താൻ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഗംഭീർ വ്യക്തമാക്കി. ഇതിന്റെ പേരിൽ മാധ്യമങ്ങൾ വെറുതെ കഥ മനയണ്ട, അത് കനം വരയേണ്ട കാര്യവുമില്ല. അതിനകത്ത് വളരെ കൃത്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, സഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തത എനിക്കുണ്ട്. ടീമിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തതയുണ്ട്. ഓരോ താരങ്ങളുമായി ഞാൻ പ്രശ്നത്തിലാണെന്ന തരത്തിൽ പുറത്തു വരുന്ന വാർത്തകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നതെന്ന് ഗംഭീർ പ്രതികരിക്കുന്നു. ഗംഭീർ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. എല്ലാവരും ഗംഭീർ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഫോമിലല്ലെങ്കിലും സഞ്ജു പുറത്ത്, അപ്പോൾ മറ്റുള്ളവരുടെ കാര്യമോ? കോച്ചിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ആരാധകരുടെ രോക്ഷം തന്നെ പറയുന്നത്. വളരെയധികം പ്രശ്നമാണ് ഇപ്പോൾ കോച്ചുമായി ഉള്ളത് എന്ന് പലരും പറയുമ്പോൾ അങ്ങനൊരു പ്രശ്നം ഞങ്ങൾ തമ്മിലില്ല എന്നും നിങ്ങൾ ആവശ്യമില്ലാത്തത് മെനയണ്ട എന്നുമാണ് ഇപ്പോൾ പറയുന്നത്. അയർലൻഡ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഫോം കണ്ടെത്താൻ കഴിയാതെ പോയതോടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിന് പകരം 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയെ അവിടേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യൻ ഓപ്പണിങ്ങിലേക്ക് അവർ എത്തിച്ചതും അതുകൊണ്ടും പരിഗണിച്ചതും അതുകൊണ്ടാണെന്ന് പറയാം. വ്യക്തിഗത താൽപ്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തിഗത കാര്യങ്ങൾക്ക് ടീമിന്റെ സമഗ്രമായ അന്വേഷണത്തെക്കുറിച്ചും കോമ്പിനേഷൻ നോക്കിയുമാണ് ഈ തീരുമാനമെന്ന് ഗംഭീർ ന്യായീകരിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്ന ഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നുള്ളതാണ് ഏറ്റവും ടീമിന് മികച്ച ഫലം നൽകാൻ ഏറ്റവുമുള്ള അനുയോജ്യമായ കാര്യം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പ്ലേയിങ് 11 ഞങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചും കളത്തിലിറങ്ങുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും ചേരുന്ന ഓപ്പണിംഗ് ജോഡികളാണ് എന്നും ടീമിന് ഏറ്റവും മികച്ച ബാലൻസ് നൽകുന്ന ഓപ്പണിംഗ് ജോഡികളാണെന്നും അത് മാനേജ്മെന്റ് ചെയ്യുമെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യക്കായി കളിക്കാനുള്ള യോഗ്യത ഓരോരുത്തരും മികച്ച രീതിയിൽ പ്രകടനത്തിലൂടെ നേടിയെടുക്കുമെന്നും വിശ്വസിക്കുന്നു. ഇതാണ് ഗംഭീർ പറയുന്നത്. സഞ്ജുവിനെ മാറ്റിയതിൽ കാര്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. സഞ്ജുവിന്റെ ആരാധകർക്ക് മാത്രമാണ് അത് മനസ്സിലാകാത്തത്. ഇതോടെ ആ ഗംഭീറിനെതിരെ രൂക്ഷ വിമർശനമൊന്നും പറയാൻ ആരും വരണ്ട. ഗംഭീറിനൊരു കുലുക്കവും സംഭവിക്കില്ല എന്നുള്ളതാണ് സത്യം. സഞ്ജുവിനത് ബുദ്ധിമുട്ടായി എന്ന് പലരും പറയുമ്പോഴും സഞ്ജുവിനത് ബുദ്ധിമുട്ടായി തനിക്ക് തോന്നുന്നില്ല എന്നും സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കിടയിൽ യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും ബഹളവും ഇല്ല എന്ന് ഗംഭീർ എടുത്തു പറയുന്നതിലാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉള്ളതെന്ന് നമ്മൾ കൂട്ടിച്ചേർക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെ കൃത്യമായി ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി പറയുകയും ചെയ്യാം.